സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗെയിമിൻ്റെ അകത്ത് പുതിയൊരു ഇവൻറ്റ് വന്നത് കണ്ടിട്ടുണ്ടാവുമല്ലോ, കൺട്രോളബിൾ ഹീറോസ് എന്ന് പറഞ്ഞ ഇവൻറ്റ്. ആ ഇവൻറ്റിൻ്റെ അകത്തുള്ള ചാലഞ്ചസ് നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാമെന്ന് നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ കണ്ടു നോക്കാം. ഫസ്റ്റത്തെ ചാലഞ്ചിലേക്ക് പോകാം. ഫസ്റ്റത്തെ ചാലഞ്ചിൻ്റെ പേര് ഫസ്റ്റ് സ്റ്റെപ്പ് എന്നാണ്. അപ്പോൾ ദെൻ ക്യൂവിന് നമുക്ക് സൈഡിൽ നിന്ന് എന്തൊക്കെയോ ഹിൻസ് പോലെ പറഞ്ഞിടുന്നുണ്ട്. സ്കിപ്പ് അടിക്കുക. ദെൻ കിങ്ങിനെ ഡിപ്ലോയ് ചെയ്യുക. ദെൻ കിങ്ങിൻ്റെ ഫ്ലാഗ് ജസ്റ്റ് അവിടെ ഡിപ്ലോയ് ചെയ്യാൻ പറഞ്ഞ് ഡിപ്ലോയ് ചെയ്ത് കിങ്ങിൻ്റെ ടാർഗറ്റ് ഡയറക്റ്റ് ഫസ്റ്റ് ഫയർ ബോക്സിന് ഓൺ കൊടുക്കുക. അപ്പോൾ ദെൻ കിങ്ങിൻ്റെ എബിലിറ്റി നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഒരു ബേസ് ഈസി ആയിട്ട് 3 സ്റ്റാർ കിട്ടിയിട്ടുണ്ട്. അടുത്ത ചാലഞ്ചിൻ്റെ പേരാണ് ക്യാൻഡി ട്രാപ്പ്. ക്യാൻഡി ട്രാപ്പ് ഈസി ആയിട്ട് കംപ്ലീറ്റ് നോക്കാം. ഫസ്റ്റ് കിങ്ങിനെ ഡിപ്ലോയ് ചെയ്യുക. കിങ്ങിൻ്റെ ടാർഗറ്റ് നമ്മുടെ പോയിസൺ ഡിസാറിൻ്റെ ബിൽഡിങ്ങിനെ കൊണ്ട് ദെൻ ഈ ഒരു ബിൽഡിംഗ് ഡിസ്ട്രോയ് ആയതിനു ശേഷം നമ്മുടെ കിങ്ങിനെ ഡയറക്റ്റ് മൈറ്റി ആക്കിനോട് ടാർഗറ്റ് ചെയ്യുക. മൈറ്റി ആക്കിൻ്റെ ബിൽഡിങ് ഡിസ്ട്രോയ് ആയതിനു ശേഷം കിങ്ങിൻ്റെ അടുത്ത ടാർഗറ്റായിട്ട് നമ്മുടെ ക്രാക്കേഴ്സിൻ്റെ മുകളിൽ കൊടുക്കുക. നമുക്ക് ഈ ഒരു ബേസ് ഈസി ആയിട്ട് 3 സ്റ്റാർ കിട്ടിയിട്ടുണ്ട്. അടുത്ത ചാലഞ്ച് നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കി നോക്കാം. ഫസ്റ്റ് തന്നെ ക്യൂവിന് ഡിപ്ലോയ് എടുക്കാം. ക്യൂവിന് ജസ്റ്റ് ഒന്ന് ഡിപ്ലോയ് ചെയ്തെടുക്കുക. ദെൻ ക്യൂവിൻ്റെ ടാർഗറ്റായിട്ട് ടൗൺ ഹാളിന് കൊടുക്കുക. ദെൻ ടൗൺ ഹാള് ഡിസ്ട്രോയ് ആയതിനു ശേഷം ക്യൂവിൻ്റെ എബിലിറ്റി യൂസ് ചെയ്യുക. ദെൻ ക്യൂവിൻ്റെ അടുത്ത ടാർഗറ്റായിട്ട് ഫയർ ക്രാക്കേഴ്സിനെ ഓരോ ടാപ്പ് ചെയ്യുക. ദെൻ നമുക്ക് ഈ ഒരു ബേസ് ഈസി ആയിട്ട് 3 സ്റ്റാർ കിട്ടിയിട്ടുണ്ട്. പിന്നെ അടുത്ത ചാലഞ്ചിൻ്റെ പേരാണ് യാക്ക് ഇൻ ആക്ഷൻ. അത് നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കാം. ക്യൂവിന് ഫസ്റ്റ് തന്നെ എന്തെല്ലോ പറയുന്നുണ്ട്, നമുക്ക് ജസ്റ്റ് ഒന്ന് സ്കിപ്പ് അടിക്കുക. കുറേ ഹിൻസാണ്. ഫസ്റ്റ് തന്നെ ക്യൂവിനെ ഡിപ്ലോയ് എടുക്കുക. ദെൻ യൂണിക്കോണിൻ്റെ ബിൽഡിങ് ടാർഗറ്റ് ചെയ്യുക. ഓക്കെ, അത് ഡിസ്ട്രോയ് ആയിട്ടുണ്ട്. ഇനി അതിന് ശേഷം ക്യൂവിൻ്റെ ടാർഗറ്റ് ഡയറക്റ്റ് ഇലക്ട്രോ ഔളിൻ്റെ മേലെ കൊടുക്കാം. ദെൻ ഇലക്ട്രോ ഔള് അൺലോക്ക് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ക്യൂവിൻ്റെ ടാർഗറ്റായിട്ട് നമ്മളെ ആർച്ച് ടവേഴ്സ് കൊടുക്കുക. അത് ഡിസ്ട്രോയ് ആയതിനു ശേഷം ക്യൂവിൻ്റെ അടുത്ത ടാർഗറ്റായിട്ട് പിസ ടവർ കൊടുക്കുക. ഇനി ക്യൂവിൻ്റെ അടുത്ത ടാർഗറ്റ് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ യാക്കിൻ്റെ ബിൽഡിംഗ് ആണ്. അത് നമുക്ക് ഡിസ്ട്രോയ് ആക്കണം. അപ്പോൾ അവിടെ ടാപ്പ് ആക്കിയിട്ടുണ്ട്. യാക്ക് ഡിസ്ട്രോയ് ആയിട്ടുണ്ട്. ഇനി ഔളിനെ വെച്ചിട്ട് നമുക്ക് ഈ ഒരു കമ്പാർട്ട്മെൻറ്റ് നൈസായിട്ട് എടുക്കണം. അപ്പോൾ ഔളിനെ വെച്ചിട്ട് അതിൻ്റെ അകത്തുള്ള ബിൽഡിങ്സിനെ നമ്മൾ ടാർഗറ്റ് ചെയ്ത് കൊടുക്കുക. ഓരോ ബിൽഡിങ്സിനും ടാർഗറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ടാർഗറ്റ് ചെയ്ത് കൊടുക്കുക. ബിൽഡിങ്സിന് ഒരു ബിൽഡിങ് ഡൗൺ ആകുമ്പോൾ അടുത്ത ബിൽഡിങ്ങിനെ ടാർഗറ്റ് ചെയ്ത് കൊടുക്കുക. ഈസിയാണ്, ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നൊരു ചാലഞ്ചാണ്. അതേപോലെ തന്നെ ക്രാക്കർ നമ്മൾ ഡിസ്ട്രോയ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ബേസ് 3 സ്റ്റാർ കിട്ടും. ഇനിയിപ്പോൾ അടുത്ത ടാർഗറ്റായിട്ട് നമ്മളെ വാളിൻ്റെ മുകളിൽ ജസ്റ്റ് ടാർഗറ്റ് ചെയ്ത് കൊടുക്കുക. then അതിന് ശേഷം ക്യാനൻ്റെ മുകളിൽ ടാർഗറ്റ് ചെയ്യുക. എന്നിട്ട് നമുക്ക് അടുത്ത ബിൽഡിങ്ങിനോട് ടാർഗറ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ അതിന് ശേഷം നമ്മളെ ഗോൾഡ് സ്റ്റോറേജ് ഫ്രീസ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആർച്ച് ടവർ. അതിന് ശേഷം നമ്മളെ ക്രാക്കേഴ്സിൻ്റെ മുകളിൽ ടാർഗറ്റ് ചെയ്ത് കൊടുക്കുക. യാക്ക് ടൗൺ ഹാൾ എടുക്കും. ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു ബേസ് 3 സ്റ്റാർ കിട്ടിയിട്ടുണ്ട്. അടുത്ത ചാലഞ്ചിൻ്റെ പേരാണ് ട്രൂപ്സ് ട്രബിൾസ്. അത് നമുക്ക് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് തന്നെ കിങ്ങിനെ ഡിപ്ലോയ് ചെയ്തെടുത്ത് അതിൻ്റെ സൈഡിലെ ഹീലേഴ്സിൻ്റെ ബിൽഡിങ്ങിനെ അൺലോക്ക് ആക്കുക. then ഓപ്പോസിറ്റിലെ ബലൂൺസിനെ അൺലോക്ക് ആക്കുക. ഓക്കെ, അത് ഡിസ്ട്രോയ് ആയിട്ട് അൺലോക്ക് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രാഗൺസിൻ്റെ മുകളിൽ ടാർഗറ്റ് ചെയ്യുക. then അതിന് ശേഷം ലെഫ്റ്റ് സൈഡിലെ ഹീലേഴ്സിൻ്റെ മുകളിൽ ടാർഗറ്റ് ചെയ്യുക. അതിൽ ഹീലേഴ്സ് ഡിസ്ട്രോയ് ആയതിനു ശേഷം ക്ലോസ് ആയിട്ടുള്ള ബലൂൺസിൻ്റെ മുകളിൽ ടാർഗറ്റ് ചെയ്യുക. ആ ബലൂൺസ് അൺലോക്ക് ആയതിനു ശേഷം 12 ബ്ലോക്കിനകത്തുള്ള ബലൂൺസ് ജസ്റ്റ് ഒന്ന് ടാർഗറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അത് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ താഴത്തെ ബലൂൺസിന് മുകളിൽ ജസ്റ്റ് ടാർഗറ്റ് ചെയ്ത് കൊടുക്കുക.
എബിലിറ്റി വേണ്ടിക്ക് യൂസ് ചെയ്യാൻ ഞാൻ ഇപ്പോൾ സ്പീഡ് കുറച്ച് സ്പീഡാക്കാൻ വേണ്ടിയിട്ട് എബിലിറ്റി യൂസ് ചെയ്തിട്ടുണ്ട്. ദെൻ ജൈനിനെ മുകളിൽ ടാർഗറ്റ് ചെയ്യുക, വിസാറിൻ്റെ മുകളിൽ ടാർഗറ്റ് ചെയ്യുക. അടുത്ത ടാർഗറ്റ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്രാക്കേഴ്സിൻ്റെ മുകളിൽ ടാർഗറ്റ് ചെയ്ത് കൊടുക്കാം. ക്രാക്കേഴ്സിനെ അൺലോക്ക് ഡിസ്ട്രോയ് ആയി കഴിഞ്ഞിട്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് 3 സ്റ്റാർ കിട്ടും. ഞാൻ ഈ ബേസ് എന്നല്ല, ക്രാക്കേഴ്സിനെ ഡിസ്ട്രോയ് ആക്കണം, അതാണ് മെയിനായിട്ടുള്ള എയിം. അപ്പോൾ ഈ ഒരു ബേസിൽ നമുക്ക് ഈസി ആയിട്ട് 3 സ്റ്റാർ കിട്ടിയിട്ടുണ്ട്. നമ്മൾ അടുത്ത ചാലഞ്ചിൻ്റെ പേരാണ് പാക്കഡ് ഡിസാസ്റ്റർ. അത് നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കി നോക്കാം. ഫസ്റ്റ് തന്നെ ഗോബ്ലിൻസ് എന്തോ പറയുന്നുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ ക്യൂവിനെ ഡിപ്ലോയ് ചെയ്യാം. ക്യൂവിൻ്റെ ടാർഗറ്റ് ഡയറക്റ്റ് ഡിഗ്ഗിൻ്റെ മുകളിലേക്ക് കൊടുക്കാം. ഡിഗ്ഗിൻ്റെ ബിൽഡിംഗ് ഡിസ്ട്രോയ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അവിടെയുള്ള എല്ലാ ബിൽഡിങ്സും ലോക്കഡായ ബിൽഡിങ്സ് എല്ലാം പെറ്റ്സ് തന്നെ നമുക്ക് എടുത്തിരുന്നതാണ്. ദെൻ അടുത്ത ടാർഗറ്റായിട്ട് നമുക്ക് ക്ലോസ് ആയിട്ടുള്ള ബിൽഡിങ്സിന് ടാർഗറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമുക്കിനി ക്രാക്കേഴ്സിനോട് ഡയറക്റ്റ് ടാർഗറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ചാലഞ്ച് നമുക്ക് ഈസി ആയിട്ട് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയിരുന്നു. അടുത്തൊരു ചാലഞ്ചിൻ്റെ പേരാണ് നമ്മളെ എക്സ്ബോ സോൺ. അത് നമുക്ക് ഇങ്ങനെ ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കി നോക്കുക. ഫസ്റ്റ് തന്നെ ക്യൂവിനെ ഡിപ്ലോയ് ചെയ്ത് കൊടുക്കുക. ദെൻ ക്യൂവിനെ ഡിപ്ലോയ് ചെയ്ത് ദെൻ അതിൻ്റെ സൈഡിലുള്ള പോയിസൺ ഡിസാർഡിൻ്റെ മുകളിൽ ടാർഗറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അത് ഡിസ്ട്രോയ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതേപോലെ തന്നെ ക്യൂവിൻ്റെ അടുത്ത ടാർഗറ്റായിട്ട് യൂണിക്കോണിൻ്റെ ബിൽഡിങ്സിനോട് ടാർഗറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ദെൻ അതിന് ശേഷം ഓപ്പോസിറ്റുള്ള ഹൗളിൻ്റെ മുകളിൽ ടാർഗറ്റ് ചെയ്ത് കൊടുക്കുക. ആ സൈഡിലത്തെ പെറ്റ്സ് എല്ലാം അൺലോക്ക് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വെച്ച് കഴിഞ്ഞാൽ ക്യൂവിൻ്റെ അടുത്ത ടാർഗറ്റായിട്ട് നമ്മളെ 9 o'clock അകത്ത് നമ്മളെ യൂണിക്കോൺ ഉണ്ട്, അതിനോട് ടാർഗറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഈ ഒരു ബിൽഡിങ് അൺലോക്ക് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത ടാർഗറ്റായിട്ട് നമ്മളെ ഫ്രോസ്റ്റിനോളിൽ ടാർഗറ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ അതിന് ശേഷം പോയിസൺ ലിസാർഡ്, യൂണിക്കോണ്. ഇപ്പോൾ അതേപോലെ തന്നെ നമ്മളെ 12 o'clock അകത്തുള്ള ഔളിനെ ടാർഗറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമ്മളെ ക്യൂന് ഡൗൺ ആയിട്ടുണ്ട്. അത് എന്തോ ഒരു പറ്റിപ്പോയതാണ്, കുഴപ്പമില്ല. ഇനിയിപ്പോൾ ക്രാക്കറിന് മുകളിൽ ടാർഗറ്റ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഈ ഒരു ചാലഞ്ച് നമുക്ക് ഈസി ആയിട്ട് 3 സ്റ്റാർ കിട്ടിയിട്ടുണ്ട്. നമുക്ക് അടുത്തൊരു ചാലഞ്ചിലേക്ക് പോവാം. ഈ ഒരു ചാലഞ്ചിൻ്റെ പേരാണ് സ്നോ ആൻഡ് സ്പെല്ല്. അതെങ്ങനെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കി നോക്കുക. ഫസ്റ്റ് തന്നെ നമ്മളെ മീനിയൻ പ്രിൻസിനെ വരുന്നതിൻ്റെ ജസ്റ്റ് എന്തോ പറയുന്നുണ്ട്. ഓക്കെ, പ്രിൻസിനെ ഡിപ്ലോയ് കൊടുക്കുക. ദെൻ അതിന് ശേഷം ഫസ്റ്റത്തെ കാണുന്ന നടുവിലുള്ള നമ്മളെ ഹീലിംഗ് സ്പെല്ലിൻ്റെ ഗിഫ്റ്റ് ബോക്സ് അൺലോക്ക് ചെയ്യുക. ദെൻ അതിന് ശേഷം നമ്മളെ പോയിസൺ സ്പെല്ല് എന്നിട്ട് ഹീറോൻ്റെ എബിലിറ്റി യൂസ് ചെയ്യുക, ഇൻസ്റ്റൻ്റായിട്ട് യൂസ് ചെയ്യുക. എന്നിട്ട് ടാർഗറ്റായിട്ട് നമ്മളെ ക്രാക്കറിൻ്റെ മുകളിൽ ടാർഗറ്റ് ചെയ്യുക. ഈ ഒരു ബേസ് നമുക്ക് ഈസി ആയിട്ട് 3 സ്റ്റാർ കിട്ടിയിട്ടുണ്ട്. റിസ്ക് ഒന്നുമില്ല. ഓക്കെ, ഇനി അടുത്ത ചാലഞ്ചിൻ്റെ പേരാണ് റോയൽ റാംപേജ്. അതെങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കി നോക്കാം. ഫസ്റ്റ് തന്നെ ഹീറോനെ ഡിപ്ലോയ് ചെയ്യുക. ദെൻ അതിന് ശേഷം ആർച്ചേഴ്സിനെ അൺലോക്ക് ആക്കുക. ദെൻ ഓപ്പോസിറ്റ് സൈഡിലെ ഗോബ്ലിൻസിനെ അൺലോക്ക് ആക്കുക. അതിന് റൂട്ടറായിട്ടിനെ അൺലോക്ക് ആക്കുക. ഇൻസ്റ്റൻ്റായിട്ട് എബിലിറ്റി യൂസ് ചെയ്യുക ഹീറോൻ്റെ. എന്നിട്ട് ഹീറോനെ ബാക്കിലേക്ക് വലിക്കാം. ഓക്കെ, ഇനി നമുക്ക് ഹീറോനെ മുന്നിലേക്ക് വിടുക. ക്രാക്കേഴ്സിനോട് ടാർഗറ്റ് ആയിട്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ബേസ് ഈസി ആയിട്ട് 3 സ്റ്റാർ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത ചാലഞ്ച് ഈസി ആയിട്ട് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാമെന്ന് നോക്കി നോക്കാം. ഫസ്റ്റ് തന്നെ കിങ്ങിനെ ഡിപ്ലോയ് ചെയ്യുക. കിങ്ങിൻ്റെ ടാർഗറ്റായിട്ട് യാക്കിൻ്റെ ബിൽഡിങ്ങിനോട് ടാർഗറ്റ് ചെയ്യുക. ദെൻ അതിന് ശേഷം നമ്മളെ പോയിസൺ ലിസാർഡിനെ മുകളിൽ ടാർഗറ്റ് ചെയ്യുക. ദെൻ ഫ്രണ്ടിലുള്ള പോയിസൺ ഗിഫ്റ്റ് ബോക്സിനോട് ടാർഗറ്റ് ചെയ്യുക. അതിന് ശേഷം നമ്മളെ മൈറ്റി യാക്കിനോട് ടാർഗറ്റ് ചെയ്യുക. അത് അൺലോക്ക് അതിന് ശേഷം നമ്മളെ യൂണിക്കോണിനെ മുകളിൽ ടാർഗറ്റ് ചെയ്യുക. ഓക്കെ, അത് അൺലോക്ക് അതിന് ശേഷം ലിസാർഡിൻ്റെ ബിൽഡിങ്ങിനോട് ടാർഗറ്റ് ചെയ്യുക. ക്ലോണിൻ്റെ മുകളിൽ ടാർഗറ്റ് ചെയ്യുക. ഓക്കെ, ഇനിയിപ്പോൾ അടുത്ത ടാർഗറ്റായിട്ട് ഡിഗ്ഗിനോട് ടാർഗറ്റ് ചെയ്യുക. കാര്യമായിട്ട് നോക്കാനെന്നുള്ള ഫുള്ള് ഈസിയാണ്. അടുത്ത ഗിഫ്റ്റ് ബോക്സ് ഇൻവിസിബിൾ. നെക്സ്റ്റ് ഗിഫ്റ്റ് ബോക്സ് ഇൻവിസിബിൾ. അതിനുശേഷം ഡയറക്റ്റ് ടാർഗറ്റായിട്ട് ക്രാക്കറിനോട് ടാപ്പ് ചെയ്യുക, ടാർഗറ്റ് ചെയ്യുക. ഈ ഒരു ബേസ് ഈസി ആയിട്ട് 3 സ്റ്റാർ കിട്ടുന്നു. അടുത്ത ചാലഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ 11ാമത്തെയാണ് ലെറ്റ് ദം ലൂസ്. എനിക്കിങ്ങനെ ഡിപ്ലോയ് ചെയ്യാൻ ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഫ്ലെയിം ഫിംഗറിനെ മുകളിൽ ടാർഗറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ അതേപോലെ തന്നെ നമ്മളെ റൈറ്റ് സൈഡത്തെ ആർച്ചേഴ്സിനെ മുകളിൽ ടാർഗറ്റ് ചെയ്യുക.
ഓക്കെ, അതിനടുത്തതിന് ശേഷം ഓപ്പോസിറ്റ് സൈഡിലെ ആർച്ചർ ടവേഴ്സിൻ്റെ മുകളിൽ ടാർഗറ്റ് ചെയ്യുക. ഒരു വൈ ആർച്ചേഴ്സിനെ നമ്മളെ ബാക്കിയുള്ള ലോക്കായ ബിൽഡിങ്സിനും ബെഡ്സിനും അൺലോക്ക് ആക്കും. ഓക്കെ, ആർച്ചേഴ്സ് അങ്ങനെ അൺലോക്ക് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഹീറോനെ കുറച്ചേരം ഒന്ന് വെയിറ്റ് ആക്കിപ്പിക്കുക. അവിടെയുള്ള ബിൽഡിങ്സ് എല്ലാം ഡൗൺ ആയതിനു ശേഷം മാത്രമേ ഹീറോനെ കിങ്ങിനെ മുന്നിലോട്ടേക്ക് വിടേണ്ട കാര്യമുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് കിട്ടില്ല. അതുപോലെ ആളെ ഒരു സിംഗിൾ ഇൻഫർണോ ഉണ്ട്, അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഹീറോ ഇങ്ങനെ മുന്നോട്ടേക്ക് കയറുന്നതിനനുസരിച്ചിട്ട് ഹീറോനെ ജസ്റ്റ് ബാക്ക് വലിക്കുക. മാപ്പ്, അതായത് ഹീറോൻ്റെ ഫ്ലാഗ് ബാക്കോട്ടേക്ക് ഇട്ടാൽ മതി, ഹീറോ തന്നെ ബാക്കോട്ടേക്ക് വരും. എത്രയോ സെക്കൻഡ്സ് കഴിയുമ്പോൾ ഹീറോ ആദ്യം അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകും. അപ്പോൾ ഫ്ലെയിം ഫിംഗർ വെച്ചിട്ട് നമുക്കൊരു പ്രോപ്പറായിട്ട് കുറച്ച് വാല്യൂ കിട്ടിയതിന് ശേഷം മാത്രമേ നമ്മളിനി കിങ്ങിനെ കയറാൻ പോയിട്ടുള്ളൂ, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. ഇനിയിപ്പോൾ ഫ്ലെയിം ഫിംഗറിൻ്റെ ഡയറക്റ്റ് എയിം ഇൻഫർണോ ആയിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പം കിങ്ങിൻ്റെ ടാർഗറ്റ് ഡയറക്റ്റ് നമ്മളെ ക്രാക്കറിൻ്റെ മുകളിൽ ആക്കുക. ഓക്കെ, ഇനിയിപ്പോൾ ഈ ഒരു കാര്യമായിട്ട് ഇനിയിപ്പോൾ ഒന്നുമില്ല. ഇനിയിപ്പം ഈസിയായിട്ട് കിട്ടും. ക്രാക്കറിൻ്റെ മുകളിൽ ടാർഗറ്റ് ചെയ്തതിന് ശേഷം ഇൻസ്റ്റൻ്റായിട്ട് കിങ്ങിൻ്റെ എബിലിറ്റി യൂസ് ചെയ്യുക. നമുക്കങ്ങനെ ഈ ഒരു ബേസ് ഈസിയായിട്ട് 3 സ്റ്റാർ കിട്ടിയിട്ടുണ്ട്. അടുത്തൊരു ചലഞ്ചിലേക്ക് പോവുക. അടുത്ത ചലഞ്ചിൻ്റെ പേരാണ് നമ്മളെ ചെയിൻ റിയാക്ഷൻ. എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. ഫസ്റ്റ് ഒന്ന് കിങ്ങിനെ ഡിപ്ലോയ് ചെയ്ത് അതിന് ശേഷം നമ്മൾ സൈഡിലുള്ള പോർഷൻ ലിസാറിൻ്റെ മുകളിൽ ടാർഗറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അത് അൺലോക്ക് ആയതിനു ശേഷം ലെഫ്റ്റ് സൈഡിലുള്ള യൂണിക്കോണിൻ്റെ മുകളിൽ ടാർഗറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, യൂണിക്കോൺ അൺലോക്ക് ആയതിനു ശേഷം ഫ്രണ്ടിലുള്ള ഒരു ലൈറ്റിംഗ് സ്പെല്ലിനെ കൊണ്ട് ടാർഗറ്റ് ചെയ്ത് കൊടുക്കുക. ബാക്കിയുള്ള ലൈറ്റിംഗ് സ്പെല്ല് യൂസ് ചെയ്തോളൂ. അപ്പോൾ അടുത്ത ടാർഗറ്റ് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഡ്രാഗൺസിനെ ടാർഗറ്റ് ചെയ്യുക. പിന്നെ അതിന് ശേഷം ഫ്രണ്ടിലുള്ള ആ ഒരു ഗിഫ്റ്റ് ബോക്സ് ടാർഗറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ കിങ്ങിൻ്റെ അടുത്തൊരു ടാർഗറ്റ് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഫ്രണ്ടിലുള്ള ആ ഗിഫ്റ്റ് ബോക്സ് പോലത്തെ സാധനമാണ്. അത് അൺലോക്ക് ആയതിനു ശേഷം നമുക്ക് എർത്തേക്ക് യൂസ് ആവും. അപ്പോൾ കിങ്ങിൻ്റെ എബിലിറ്റി യൂസ് ചെയ്ത് ഈ ഒരു കമ്പാർട്ട്മെൻറ്റ് ഫുള്ള് ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ താഴോട്ടേക്ക് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കിങ്ങിൻ്റെ മാപ്പ് കുത്തി താഴോട്ടേക്ക് വരിക. അതിന് ശേഷം കിങ്ങിൻ്റെ ടാർഗറ്റ് നമുക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള ഗിഫ്റ്റ് ബോക്സിനുള്ളിൽ കൊടുക്കുക. ഞാൻ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുക. ഓക്കെ, അവിടെ നിന്ന് നല്ലൊരു ഹിറ്റ് വരുന്നുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ അടുത്ത ടാർഗറ്റായിട്ട് നമുക്ക് ക്രാക്കറിനോട് ടാപ്പ് ചെയ്യാം. നമുക്കങ്ങനെ ഈ ഒരു ബേസ് ഈസി ആയിട്ട് 3 സ്റ്റാർ കിട്ടിയിട്ടുണ്ട്. അടുത്ത ചലഞ്ചിൻ്റെ പേരാണ് ചാമ്പ് ഓഫ് അപ്രൂവൽ. അത് നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് തന്നെ RCനെ ഡിപ്ലോയ് ചെയ്തെടുക്കുക. പിന്നെ അതിന് ശേഷം വിച്ചിനോട് ടാർഗറ്റ് ചെയ്ത് കൊടുക്കുക. വിച്ച് അൺലോക്ക് ആയതിനു ശേഷം നമ്മൾ ലെഫ്റ്റ് സൈഡിലുള്ള ബിൽഡിങ്ങിനെ ടാർഗറ്റ് ചെയ്യുക. അതേപോലെ തന്നെ RCൻ്റെ ഫ്ലാഗ് ജസ്റ്റ് മേലോട്ടേക്ക് ടാപ്പ് ചെയ്തെടുക്കുക. അതിന് ശേഷം സ്പിരിറ്റ് ഫോക്സിനോട് ടാർഗറ്റ് ചെയ്തെടുക്കുക. സ്പിരിറ്റ് ഫോക്സ് അൺലോക്ക് ആയതിനു ശേഷം അടുത്തയായിട്ട് മൈനറിനോട് ടാർഗറ്റ് ചെയ്യുക. ഓക്കെ, then അതിന് ശേഷം സിംഗിൾ ഇൻഫറിനോട് ടാർഗറ്റ് ചെയ്യുക. നമുക്കിനി അത് ഈസി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മളെ ആ ഒരു പെറ്റിനെയും കൂടി അൺലോക്ക് ആക്കുക. ഇനിയിപ്പോൾ നമുക്ക് നമ്മളെ മൈനറിനെ ടാർഗറ്റ് ചെയ്യുക. അതേപോലെ തന്നെ വിച്ചിനെ ടാർഗറ്റ് ചെയ്യുക. ദെൻ RCൻ്റെ എബിലിറ്റി യൂസ് ചെയ്യുക. മോണോലിത്ത് എടുക്കുക. റോക്കറ്റ് സ്പിയർ ഉള്ളതുകൊണ്ട് കുറച്ച് ദൂരം നിന്ന് കിട്ടും. പിന്നെ അതിന് ശേഷം നമ്മളെ എയർമൈൻസിനോട് ടാർഗറ്റ് ചെയ്യുക. ഓക്കെ, അത് അൺലോക്ക് ആയിട്ടുണ്ട്. അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പെക്ക ജസ്റ്റ് ഒന്ന് സൈഡിലേക്ക് മാറിക്കഴിഞ്ഞാൽ ടാർഗറ്റായിട്ട് നമ്മളെ ക്രാക്കറിനോട് ടാർഗറ്റ് ചെയ്യുക. ഓക്കെ, നമ്മൾ ക്രാക്കറിനോട് ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. പെക്ക ഡിസ്ട്രാക്റ്റ് ആയിട്ടുണ്ട്. നമുക്കങ്ങനെ ഈ ഒരു ബേസ് ഈസി ആയിട്ട് 3 സ്റ്റാർ കിട്ടിയിട്ടുണ്ട്. നമുക്ക് അടുത്തൊരു ചാലഞ്ചിലേക്ക് പോവുക. ഫസ്റ്റ് ഡേയിലെ ലാസ്റ്റത്തെ ചാലഞ്ചാണ് 14ാമത്തെ ചാലഞ്ച്. നമുക്കിങ്ങനെ ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കി വെക്കാം. ഫസ്റ്റ് തന്നെ ക്യൂനും നമ്മളെ പ്രിൻസും എന്തൊക്കെ പറയുന്നുണ്ട്. ദെൻ അതിന് ശേഷം നമ്മളെ ക്യൂനെ ഡിപ്ലോയ് ചെയ്യുക. യൂണിക്കോണിനെ ടാർഗറ്റ് ചെയ്യുക. പിന്നെ അതിന് ശേഷം അടുത്ത ഡിഗ്ഗീനെ ടാർഗറ്റ് ചെയ്യുക. ഓക്കെ, നമ്മളെ കാനൺസിനെ ടാർഗറ്റ് ചെയ്യുക. ഓക്കെ, കാനോൺസിനെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു കാനോണും കൂടി ഉണ്ട്. ഇനിയിപ്പോൾ അടുത്ത ഇൻഫർനോണോട് ടാർഗറ്റ് ചെയ്യുക. ഡിഗ്ഗി ആദ്യം തന്നെ പോകുന്നുണ്ട്.
നമുക്ക് ഈ ഒരു ഇൻഫോർണോ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സ്പിരിറ്റ് ഫോക്സിനെ ടാർഗറ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മളെ ക്യൂവിന് ക്ലോസ് ആയിട്ട് സൂപ്പർ ഡ്രാഗൻ്റെ അടുത്താണെങ്കിൽ ക്യൂവിൻ്റെ എബിലിറ്റി യൂസ് ചെയ്യാം. അതിന് ശേഷം അടുത്ത ടാർഗറ്റായിട്ട് നമ്മളെ ഹോഗ് റൈഡറിൻ്റെ ബിൽഡിങ്ങിനോട് ടാർഗറ്റ് ചെയ്യുക. ഓക്കെ, ഹോഗ് അൺലോക്ക് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത ടാർഗറ്റായിട്ട് നമ്മളെ ഇൻഫർണോളിൽ ടാർഗറ്റ് ചെയ്യുക, സിംഗിൾ ഇൻഫർണോളിൽ. ഓക്കെ, ഇൻഫർണോ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത ടാർഗറ്റായിട്ട് നമുക്ക് ഈ ഒരു വാളിൻ്റെ മുകളിൽ ടാർഗറ്റ് ചെയ്യുക. ഓക്കെ, ഇനിയിപ്പോൾ വാള് ബ്രേക്ക് ആയതിനു ശേഷം ഡയറക്റ്റ് ടാർഗറ്റായിട്ട് നമുക്ക് ക്രാക്കറിനെ മുകളിൽ ടാർഗറ്റ് ചെയ്യുക. അൺലോക്ക് ആയിട്ടുണ്ട്, വാള് ഓപ്പൺ ആയിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത ടാർഗറ്റായിട്ട് നമുക്ക് ക്രാക്കറിനെ മുകളിൽ ടാർഗറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് ഈ ഒരു ചാലഞ്ച് നമുക്ക് ഈസി ആയിട്ട് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയിട്ടുണ്ട്. നമുക്ക് ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക.